ഇന്നൊരു ഫ്രൈഡ്യാണിയാണ് ഉണ്ടാക്കുന്നത്. ഇതെന്താണ് ഫ്രൈഡ്യാണി എന്ന് ഞാൻ പിന്നീട് പറയാം. ഇതിന് ചിക്കൻ കറിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ചിക്കൻ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതിൻ്റെ അകത്ത് അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചെറുനാരങ്ങയും ചേർത്ത് ഇളക്കി വെച്ചിട്ടുണ്ട്. അത് അരമണിക്കൂറോളം വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു ഉരുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് സ്പേസ് വേണം. അതുകൊണ്ട് വലിയ ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഇഞ്ചി നന്നായി കുരുകുരുന്ന് അരിഞ്ഞ് ഇഞ്ചി ഇട്ടു. അതൊന്ന് ബ്രൗണായി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നല്ലപോലെ ചതച്ചത് ഒരു വലിയ പൂവ് മുഴുവനും എടുത്തിട്ടുണ്ട്. ഒരു ഫ്ലവർ മൊത്തം എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ച തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 5 ഉള്ളി സവാളയാണ് എടുത്തേക്കണം, നന്നായി അരിഞ്ഞത്. പിന്നെ ഒരു 4 പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതിനെ നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. അതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടാൽ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. അപ്പോൾ അതങ്ങനെ ബ്രൗണായി കിട്ടണം. അത് ഏകദേശം വെന്തിട്ടുണ്ട്, ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ചേർക്കാം. മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂണ്, അതുപോലെ മസാലപ്പൊടി 1 ടേബിൾ സ്പൂണ്, പിന്നെ മുളക് പൊടി 1/2 ടീസ്പൂണ്, പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ വെച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് നല്ലപോലെ ഫ്രൈ ആയിട്ട് വരണം. അതിനകത്ത് വെളിച്ചെണ്ണ കുറവ് പോലെ തോന്നി ഒരല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനകത്ത് ഒരല്പം ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് ഇളക്കുക. വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കണമെന്ന് ആവശ്യമുള്ളവർക്ക് ചേർക്കാം, പക്ഷേ ഞാൻ ചേർക്കുന്നില്ല ഇവിടെ. ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഞാനിവിടെ ഒരു 4 തക്കാളി എടുത്ത് ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട്. അത് അതിൻ്റെ മസാലയിലേക്ക് ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ചട്ടി ഒന്ന് മൂടി വയ്ക്കാം. ഉരുളി നല്ലപോലെ ഒന്ന് മൂടി വയ്ക്കാം. അത് നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് സ്പൂണും കൊണ്ട് ഒന്ന് ഞെക്കി ഒന്ന് സ്മാഷ് ചെയ്തിട്ട് നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അതിൻ്റെ അകത്തേക്ക് ഇടുക. അതിൻ്റെ അകത്തിട്ട് നല്ലപോലെ മസാല എല്ലാം കൂടെ മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം മൂടി വെച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഒന്ന് വെള്ളം ഇറങ്ങും. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് നമുക്ക് മൂടി വയ്ക്കാം. അങ്ങനെ വെള്ളം ഇറങ്ങി അത് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് കുറച്ച് സലാഡ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു സവാള എടുത്തിട്ടുണ്ട്. ആ സവാള നല്ലപോലെ അരിഞ്ഞ് വളരെ തിന്നായിട്ട് വളരെ നേരിയതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളകും ഇച്ചിരി കറിവേപ്പിലയും അല്പം ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ കൈ വെച്ചൊന്ന് ഞെരടിയെടുക്കുക. ഞാൻ പ്ലാസ്റ്റിക് കവർ ഇട്ടേക്കണത് കൊണ്ട് കൈ പുകയില്ല. അല്ലെങ്കിൽ നിങ്ങൾ പച്ചമുളക് ഇടുന്നതിന് മുമ്പ് ഞെരടിയാൽ മതി. ചിലരൊക്കെ അത് പിഴിഞ്ഞ് കളയാറുണ്ട്, പക്ഷേ ഞാൻ പിഴിഞ്ഞ് കളയുന്നില്ല. അതിലേക്ക് 1 ഗ്ലാസ് തൈര്, പുളിയില്ലാത്ത തൈര് ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില, നല്ലപോലെ കുരുകുരുന്നരിഞ്ഞ് മല്ലിയില അതിലേക്ക് വിതറുക. അങ്ങനെ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വെന്തോന്ന് പോയി നോക്കാം. ചിക്കൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിടുക. വെള്ളം ഇറങ്ങുന്നുള്ളൂ, വെന്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടി മൂടി വെച്ച് അത് വേവിക്കാം. അങ്ങനെ ചിക്കൻ കറി നന്നായി ഇളക്കിയിട്ട് അതൊന്നുകൂടെ നമുക്ക് മൂടി വയ്ക്കാം. അത് ഞാൻ അടുപ്പത്തേക്ക് മാറ്റുകയാണ്, കാരണം നമുക്ക് റൈസ് അതോടൊപ്പം തന്നെ ബിരിയാണി റൈസ് ഉണ്ടാക്കാം. ഞാൻ തീയടുപ്പിലേക്ക് മാറ്റി. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില വിതറി ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് അത് ഓഫ് ചെയ്ത് വയ്ക്കുവാണ്, ഇറക്കി വയ്ക്കുവാണ്. അങ്ങനെ ചിക്കൻ കറി റെഡിയായി. അതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി സെർവ് ചെയ്യാൻ റെഡിയാക്കാം. അപ്പോഴേക്കും ഇനി നമുക്ക് വേണ്ടത് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിൽ ഞാൻ 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. ജീര റൈസ് എന്നാണ് അതിന് പറയുന്നത്. വളരെ ചെറിയ അരി കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ബിരിയാണി റൈസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആ അരിയാണ് ഞാൻ കഴുകി വെള്ളം വലം വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേഗം തന്നെ ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഇരട്ടി, 1 കിലോ എന്ന് പറയുമ്പോൾ 3.5 ഗ്ലാസ് ഉണ്ടായിരുന്നു അരി. അപ്പോൾ അതിൻ്റെ ഇരട്ടി 7 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത അടുപ്പിൽ നമ്മളൊരു ഏത് കലത്തിലാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കലത്തിലേക്ക്
ഗീ ഇടുക. ഗീ ടോട്ടൽ എല്ലാം കൂടെ എല്ലാത്തിനും കൂടെ വേണ്ടി ഒരു 200 ഗ്രാം ഗീ എടുത്തിട്ടുണ്ട് ഞാൻ. ഈ അരി വറുക്കുന്നതിനും അതുപോലെ പച്ചക്കറി ഒന്ന് വറുത്തെടുക്കാനും ഇത് കശുവണ്ടി പരിപ്പും കിസ്മിസും വറുത്തെടുക്കാൻ എല്ലാത്തിനും കൂടെ ഒരു 200 ഗ്രാം നെയ്യാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നെയ്യ് ഞാൻ ഇതിലേക്ക് റൈസ് വറുക്കാൻ ആവശ്യമായതെടുത്തു. അതിൻ്റെ ആ വെള്ളം മാത്രം ഒന്ന് പറ്റി കിട്ടിയാൽ മതി. അപ്പോൾ നല്ല ഈ നെയ്യുടെ നല്ലൊരു ഇത് കളർ വരും. അതിലേക്ക് നമുക്ക് ആവശ്യമായ കുറച്ച് ഈ മസാലകൾ ഇടണം. അത് പൊടിയായിട്ടല്ല, കുറച്ച് പെരുംജീരകം, അതുപോലെ ഒരു തക്കോലം, ഒരു 5-6 ഏലക്കായ, പിന്നെ കുറച്ച് ഇത് കറുകപ്പട്ട, അങ്ങനെ എല്ലാം കൂടെ ഇടുക. എന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പാകം. ഈ അരി വറക്കുന്നത്, അരി വറക്കാൻ വയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കും. എന്നിട്ട് അരി വറക്കുന്നത്, ആ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും അരി വറക്കുന്നത് നിർത്താം. എന്നിട്ട് തിളച്ച വെള്ളം അതുപോലെ തന്നെ അരിയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഒരു നാരങ്ങ അങ്ങനെ തന്നെ പിഴിഞ്ഞ് അതിലേക്ക് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ടിട്ട് ആ വെള്ളം അരിയുടെ അടിയിലേക്ക് വരുന്ന ഒരു പാകം വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു കലം മൂടി വെച്ച് വേവിക്കണം. അങ്ങനെയാണ് അതിൻ്റെ പാകം നോക്കുന്നത്. അങ്ങനെ കലം മൂടി വെച്ചിട്ട് ഇനി ഇത് തുറക്കില്ല. അത് വെള്ളം ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അത് അങ്ങനെ തന്നെ ഇറക്കി അവിടെ വയ്ക്കും. അത് നമ്മൾ തുറക്കില്ല, ഫ്ലെയിമിൽ നിന്ന് മാറ്റി വയ്ക്കും. ഇനി നമുക്ക് ഇത് കശുവണ്ടിയും അതുപോലെ തന്നെ കിസ്മിസും വറുത്തെടുത്ത അതേ നെയ്യിൽ തന്നെ പച്ചക്കറിയും കൂടെ ഒന്ന് വറുത്തെടുക്കുക. ആ ഒരു ഒന്ന് ഞെക്കി നോക്കുമ്പോൾ ഞെങ്ങുന്ന പാകമായി കഴിയുമ്പോൾ അത് നിർത്താം. അത് വാങ്ങി വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇനി ഒന്ന് ഡ്രസ്സ് ചെയ്യാനായിട്ട് ഈ നമ്മുടെ ഇതെല്ലാവരും ബിരിയാണി റെഡിയാക്കാനായിട്ട് വേറൊരു കലം എടുത്തിട്ടുണ്ട്. ആ കലം ഒന്ന് അടുപ്പത്ത് വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ ഒരല്പം നെയ്യ് പുരട്ടി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ നമ്മൾ വറുത്ത് വെച്ച പച്ചക്കറിയും ചോറ് ഇപ്പോഴാണ് നമ്മൾ തുറക്കുന്നത്. അങ്ങനെ ചോറൊന്ന് മിക്സ് ചെയ്തിടുക. പിന്നെ നമ്മൾ പച്ചക്കറി, കശുവണ്ടി വറുത്തത്, അതുപോലെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത്, ഇത്രയും സാധനം ചേർത്താണ് നമ്മളിത് ഡ്രസ്സ് ചെയ്യുന്നത്. അങ്ങനെ കലത്തിലേക്ക് ആദ്യം ചോറിടുക. നമ്മൾ റെഡിയാക്കിയ കലമുണ്ടല്ലോ, അതിലേക്ക് ചോറിടുക. പിന്നെ പച്ചക്കറി ഇടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇല അരിഞ്ഞത്, അതായത് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് കുറച്ചിടുക. അത് കഴിഞ്ഞിട്ട് കശുവണ്ടിയും കിസ്മിസും കൂടെ വറുത്തത് കുറച്ചിടുക. അങ്ങനെ ലെയറായിട്ട് നമ്മൾ ചോറ് ഇത് വറുത്തതെല്ലാം കൂടെ അങ്ങനെ ലെയറായിട്ട് ഇട്ട് ആ കലത്തിൽ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ഇത് ഇട്ട് കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയറിലേക്ക് കടന്നു. അങ്ങനെ ഇത് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കലത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഫ്ലെയിമുമ്മ വെച്ച് ഒന്ന് പതുക്കെ ചൂടാവുന്നത് പോലെ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴാണ് കഴിക്കാൻ നമ്മുടെ ലഞ്ച് കഴിക്കുന്ന സമയത്തേക്ക് റെഡിയാക്കാം. നമുക്കിനി ലഞ്ച് കഴിക്കാം. ലഞ്ചിന് ആദ്യം ഞങ്ങളിവിടെ ലഞ്ച് ബിരിയാണി വിളമ്പുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ ചിക്കൻ കറി ആദ്യം വിളമ്പിയിട്ട് അത് മൂടി വയ്ക്കും. അത് റൈസ് ഇട്ടൊന്ന് മൂടി വെച്ചിട്ട് അപ്പോൾ കഴിച്ചു തുടങ്ങുമ്പോൾ അത് മസാല കൂട്ടി കഴിക്കാൻ നല്ല രസമാണ്. അങ്ങനെ മൂടി വെച്ചിട്ട് നാരങ്ങാച്ചാറ്, അതുപോലെ സാലഡ്, ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊരു പിടുത്തം പിടിക്കാം. അങ്ങനെ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി അല്ല, ഫ്രൈഡ് റൈസും അല്ല, എങ്കിലും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ.